ഒരു കാര്യം പറയട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഒരു വിവാഹം നടക്കുമ്പോൾ അതിൻ്റെ ക്ഷണനം എങ്ങനെയായിരുന്നു? ചിലർ വീട്ടിൽ പോയി വിളിക്കും, ചിലർ ദൂരെയാണെന്നുണ്ടെങ്കിൽ ഒരു കത്തയക്കും, അല്ലെങ്കിൽ ഫോണിൽ കൂടി സംസാരിച്ച് ഇങ്ങനെ എൻ്റെ മകളുടെ അല്ലെങ്കിൽ മകൻ്റെ കല്യാണം ഫിക്സ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയും. കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞിരുന്നാൽ വിവാഹങ്ങൾ കുറവായിട്ടാണ് നടന്നതെങ്കിലും വാട്സാപ്പിൽ കൂടി ഫേസ്ബുക്കിൽ കൂടിയൊക്കെ അറിയിക്കുകയുണ്ടായി. എന്നാൽ ആ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കോവിഡൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴും ആ വിവാഹത്തിന് വിളിക്കുന്നത് എങ്ങനെ വിളിക്കണം, ആ രീതി പലരും മാറ്റിക്കഴിഞ്ഞു. ഇപ്പോൾ പലരും വിവാഹത്തിന് വിളിക്കുന്നത് വാട്സാപ്പിൽ കൂടി, ഞാനൊരു കത്തയച്ചിട്ടുണ്ട്, വാട്സാപ്പിലാണ്, എനിക്ക് അങ്ങോട്ട് വന്ന് നേരിട്ട് പറയുവാനുള്ള സമയമില്ല എന്നൊക്കെയാണ്. അത് ദൂര സ്ഥലത്താണെങ്കിൽ, ഇപ്പോൾ തിരുവനന്തപുരത്തിരിക്കുന്ന ആൾ മദ്രാസിൽ ഒരാളെ ചെന്ന് വിളിക്കാൻ പറ്റിയില്ല, അവസരം കിട്ടിയാൽ വിളിക്കും. അങ്ങനെ വിളിക്കാതെ ഒരു വാട്സാപ്പിൽ കൂടി ഒരു സന്ദേശം കൊടുത്താൽ തീർച്ചയായിട്ടും അത് സ്വീകരിക്കേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ പുറത്തിരിക്കുന്ന, ഇന്ത്യക്ക് പുറത്തിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്നു, അതിനൊക്കെ നമുക്ക് വാട്സാപ്പ് ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത്, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഏകദേശം ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്കൊരാളെ ക്ഷണിക്കണമെന്നുണ്ടെങ്കിൽ ആ ക്ഷണിക്കണം എന്നുള്ളത് എങ്ങനെയായിരിക്കണം? കത്ത് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നതാണോ നല്ലത്, അതോ വാട്സാപ്പിൽ വെറുതെ പോസ്റ്റ് ചെയ്യാണോ നല്ലത്, അല്ല വാട്സാപ്പിലും പോസ്റ്റ് ചെയ്ത് ഒരു ഫോൺ കോൾ കൂടി നടത്തുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ പോസ്റ്റിൽ അയക്കുന്നതാണോ നല്ലത്? ഇതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ പലരും എന്ത് ചെയ്യുന്നു, വാട്സാപ്പിനകത്ത് കത്തയച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോണിൽ കൂടി വിളിച്ചു പറയുന്നു ഞാനിങ്ങനെ കത്തയച്ചിട്ടുണ്ട്. ഇത് പറയാൻ കാരണം, തൊട്ടടുത്ത വീട്ടിലുള്ള ആളും ഇതുപോലെ ചെയ്താൽ. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ക്ഷണനം എന്ന് പറയുന്നത് അതിനൊരു മാന്യതയുണ്ട്. അപ്പോൾ ആ ക്ഷണനം, ആ മാന്യത സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 5 കിലോമീറ്റർ ഉള്ളിനകത്താണ് ഒരു വിവാഹം നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും വിളിക്കണമെന്നുണ്ടെങ്കിൽ, വരണമെന്നുണ്ടെങ്കിൽ, പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് വിളിക്കുന്നതാണ് അതിൻ്റെ മര്യാദ എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഞാനിത് പറയാൻ കാരണം, സിറ്റിക്കകത്ത് തന്നെ അയാളുടെ സുഹൃത്ത് എപ്പോഴും കാണുന്ന, ആഴ്ചതോറും കാണുന്ന ആ ഒരു വ്യക്തിയുടെ മകളുടെ കല്യാണം അയാൾ അറിയിച്ചില്ല. അവസാനം കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മകളുടെ കല്യാണം എന്തായി തിരക്കിയപ്പോൾ, അയ്യോ അത് കഴിഞ്ഞല്ലോ, അയ്യോ സാറിനെ വിളിക്കാൻ വിട്ടുപോയി. ഈ വിട്ടുപോയ മനുഷ്യൻ എവിടെ താമസിക്കുന്ന ആളാണെന്ന് അറിയാമോ? നമ്മുടെ വീടിൻ്റെ കുറച്ച് പരിസരത്ത് തന്നെയാണ്. അപ്പം അങ്ങനെ ചില ആൾക്കാർ മറന്നു പോവുകയോ, അല്ലെങ്കിൽ മറന്നു എന്ന് പറഞ്ഞ് നടിക്കുകയോ, അല്ലെങ്കിൽ വിളിക്കേണ്ട കാര്യമില്ല വിചാരിക്കുകയോ, എന്ത് വേണോ ആകാം. എന്തായിരുന്നാലും അങ്ങനെ ഒരാളെ വീണ്ടും കാണുമ്പോൾ നാം എന്ത് ചെയ്യണം? എന്തെങ്കിലും ചോദിക്കണോ? എന്തെങ്കിലും പറയണോ? നിങ്ങൾ തന്നെ തീരുമാനിക്കൂ.